إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനവന്റെ അടിമകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള വളരെ എളുപ്പമുള്ള കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങൾക്ക് അവൻ കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നതിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ലിയുവഫിയഹും ഉജൂറഹും, അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ പൂർത്തിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതിന് വേണ്ടിയാണ്. വയസീദഹും മിൻ ഫദ്ലിഹി, അതുപോലെ അവന്റെ ഫദ്ലിൽ നിന്നും ഔദാര്യത്തിൽ നിന്നും അവന്റെ അനുഗ്രഹത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അധികമായി നൽകുന്നതാണ്. ഇന്നഹു ഗഫൂറുൻ ഷകൂർ, തീർച്ചയായും അല്ലാഹു തആല എല്ലാം പൊറുക്കുന്നവനാണ്. അതുപോലെ അവൻ ഷക്കൂറാണ്. നിങ്ങൾ ചെയ്യുന്ന കുറഞ്ഞ അമലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവ്വം അത് സ്വീകരിച്ചുകൊണ്ട് കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും നിർബന്ധമായതും ശ്രേഷ്ഠതയുള്ളതും നിസ്കാരമാണ് എന്നുള്ളത് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ അമലുകൾക്കും ആ ഒരു ശ്രേഷ്ഠത നൽകിയെന്ന് കാണാൻ സാധിക്കും. നിസ്കാരവുമായി ബന്ധപ്പെട്ട അതിന്റെ മുൻപിലും പിൻപിലുമൊക്കെയുള്ള മുഴുവൻ കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശ്രേഷ്ഠത നൽകിയത് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതിൽ മിക്ക കാര്യങ്ങളും മുസ്ലിമീങ്ങളിൽ അധിക ആളുകൾക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷെ അവരിൽ അധികവും ആളുകൾ, സഹോദരങ്ങളെ, അതേക്കുറിച്ച് അശ്രദ്ധയിലായി പോയിരിക്കുകയാണ്. അതിനൊക്കെ അത്രയും ശ്രേഷ്ഠതയുണ്ട് എന്നതിനെ തൊട്ട് അവർ അശ്രദ്ധയിലായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ആകയാൽ നീ അവരെ ഉത്ബോധനം ചെയ്യുക. അത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസം ഹൃദയത്തിലുള്ള ആളുകൾക്ക് ഉപകരിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയുന്ന നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കർമ്മങ്ങളെ, ചില അമലുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ശ്രേഷ്ഠതകളെ കുറിച്ച് അറിയിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഇബാദത്താണ് ബാങ്ക് എന്ന് പറയുന്നത്, അൽ അദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ നിസ്കാരത്തിന് വേണ്ടി അവരുടെ സമയമായി അന്ന് അറിയിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള വളരെ മനോഹരമായ വാക്യങ്ങളാണ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടുള്ള ശ്രേഷ്ഠത പറഞ്ഞത്, അൽ മുഅ്മിനൂൻ അൽ മുഅദ്ദിനൂന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമഹ, മുഅദ്ദിനീങ്ങൾ, ബാങ്ക് വിളിക്കുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ അവർക്ക് ഏറ്റവും നീളമുള്ള കഴുത്തുള്ളത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അഥവാ അവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾ അവരറിയപ്പെടുന്നതാണ്. ഖിയാമത്ത് നാളിൽ ഭൂമിയിൽ ബാങ്ക് വിളിച്ച, ജനങ്ങളെ നിസ്കാരത്തിന് വേണ്ടി ക്ഷണിച്ച ആ മുഅദ്ദിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തിരിച്ചറിയുന്ന രൂപത്തിൽ നീണ്ട കഴുത്തുകൾ, മനോഹരമായ ഒരു രൂപം അവർക്ക് നൽകുമെന്നുള്ളത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നാം ഒക്കെ ബാങ്ക് വിളിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മളൊക്കെ ദിനേന 5 നേരം ബാങ്ക് കേൾക്കുന്ന ആളുകളാണ്. ആ ബാങ്ക് കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സുന്നത്തുകൾ സഹോദരങ്ങളെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ പാലിക്കുന്നതിൽ വലിയ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുന്നതാണ്. അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ, ആ ബാങ്ക് നമ്മൾ കേൾക്കുന്ന സമയത്ത് അതുപോലെ ഏറ്റു ചൊല്ലുക എന്നുള്ളതാണ്. മഹാനായ സഹാബി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൻ നിദാ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ. ബാങ്ക് വിളിക്കുന്നവൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ അതുപോലെ തന്നെ ഏറ്റുപറയുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങളും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുക. അല്ലാഹു അക്ബർ കഴിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഏറ്റുപറയുക. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ഏറ്റുപറയുക. എന്നാൽ ഹയ്യാലസ് സലാഹ്, അതുപോലെ തന്നെ ഹയ്യാലൽ ഫലാ എന്നീ 2 ഹയ്യാലത്തൈൻ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ശ്രേഷ്ഠത, ഈ ഒരു വലിയ അമൽ അത് നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. ഈ ഒരു അമൽ നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. ഓരോ സമയത്തും നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മറ്റു അമലുകൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റു രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ, ഭൗതികമായ സംസാരങ്ങളാകട്ടെ മറ്റ് കർമ്മങ്ങളാകട്ടെ, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ബാങ്ക് തീരുന്നത് വരെ അത് ശ്രദ്ധിച്ചു കേൾക്കുകയും അത് നമ്മൾ ഏറ്റു ചൊല്ലുകയും വേണം. കാരണം അതിന് വലിയ പ്രതിഫലം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. നിങ്ങൾ ബാങ്ക് വിളിക്കുന്നയാൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അതുപോലെ നിങ്ങൾ പറയുക. ബാങ്കുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ സുന്നത്ത് അതാണ്. രണ്ടാമത് പറഞ്ഞു, സുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലുക. ഏറ്റവും കുറഞ്ഞത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് നമ്മൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദുആ ചെയ്യുക, സലാത്ത് ചൊല്ലുക. ആ കാര്യം സഹോദരങ്ങളെ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, എന്നിട്ട് ആ സലാത്തിന്റെ ഫദ്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം പറയുന്നുണ്ട്, ഫഇന്നഹു മൻ സല്ല അലയ്യ സലാതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി 10 സലാത്ത് ചൊല്ലുന്നതാണ്. അഥവാ അല്ലാഹു അവന്റെ അൽ മലഉൽ അലയിൽ, ഉന്നതമായ സ്ഥാനത്ത് വെച്ച് അല്ലാഹു തആല ഈ അടിമകളെ കുറിച്ച് പരാമർശിക്കുന്നതാണ് എന്നതാണ്. പിന്നീട് മൂന്നാമതായി ചെയ്യേണ്ട കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, സുമ്മ സലുല്ലാഹ ലി അൽ വസീല, നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കണം. എന്താണ് വസീല? അവിടുന്ന് തുടർന്നു, ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ ഒരു സ്ഥാനമാണ്. ലാ തംബഗി ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളിൽ ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. വഅർജു അൻ അകൂന അന ഹുവ, അത് ഞാനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫമൻ സഅല ലി അൽ വസീല ഹുല്ലത് ലഹു അശ്ശഫാഅ, ആരെങ്കിലും എനിക്ക് വേണ്ടി ആ വസീലത്തിനെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് ശഫാഅത്ത് ലഭിക്കുന്നതാണ്. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ ശുപാർശ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന പറയുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന എന്താണെന്ന് വളരെ കൃത്യമായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൻ അൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു എന്നുള്ള പ്രാർത്ഥന. സഹോദരങ്ങളെ, ഇതറിയാത്ത ആളുകൾ പ്രാർത്ഥിക്കണം, ഇതറിയാത്ത ആളുകൾ പഠിക്കണം, പഠിച്ചു മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. എന്താണ് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞത്? അള്ളാഹുവിനോടുള്ള ദുആയാണ്. അല്ലാഹുവേ, റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ പരിപൂർണമായ പ്രാർത്ഥനയുടെ റബ്ബേ. നമ്മൾ ബാങ്ക് കേട്ടുകൊണ്ടാണ് പറയുന്നത്, ബാങ്ക് ഒരു ദഅവത്താണ്. വസ്സലാത്തിൽ ഖായിമ, ഇതാ ആസന്നമായ നിസ്കാരത്തിന്റെയും റബ്ബേ. ആതി മുഹമ്മദൻ, ഓ അല്ലാഹ്, നീ മുഹമ്മദിന് നൽകണം അൽ വസീലത വൽ ഫളീല, ആ സ്വർഗ്ഗത്തിലെ ഉന്നതമായ ശ്രേഷ്ഠതയുള്ള സ്ഥാനമാണത്. വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ, സ്തുത്യർഹമായ സ്ഥാനം റബ്ബേ നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകണം. അല്ലദീ വഅദ്തഹ്,
ആ സ്ഥാനം നീ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണല്ലോ എന്ന് അല്ലാഹു തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എങ്കിൽ ഹുല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് എൻ്റെ ശുപാർശ ലഭിക്കും. സഹോദരങ്ങൾ, ഇത്രയും വലിയ സ്ഥാനം നമുക്ക് കിട്ടുന്ന, ഇത്രയും വലിയ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുന്ന ഖിയാമത്ത് നാളിൽ ആരാരും പരിഗണിക്കാതിരിക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിഗണിച്ചുകൊണ്ട് ശഫാഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളിൽ ഒരാൾ ഈ ദുആ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ട് നമ്മളത് ചൊല്ലുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് കണക്കുകളാണ്, കടയിലെ കണക്കുകളാണ്, മറ്റ് തിരക്കുകളാണ്. ബാങ്കിന് വേണ്ടി ഒരു നിമിഷം മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, ശേഷം സലാത്ത് ചൊല്ലാൻ സാധിക്കുന്നില്ല, ദുആ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ, എത്ര വലിയ നഷ്ടമാണ് നമുക്കുള്ളത്, എത്ര വലിയ നഷ്ടമാണ്. നമ്മളത് പാഴാക്കി കളയരുത്. ഇപ്പൊ ബാങ്കുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ സുന്നത്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കലാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നീ 2 ഷഹാദത്തിന്റെ വാക്യങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞതിന് ശേഷം റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല എന്നീ 3 കാര്യങ്ങൾ പറയണം. അള്ളാഹുവിന്റെ ദീന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ദീനുൽ ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമെ റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നീ 3 കാര്യങ്ങൾ നമ്മൾ ഏറ്റു പറയേണ്ടതുണ്ട്. ഇതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട 4ാമത്തെ സുന്നത്ത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് അവസാനത്തെ ബാങ്കിന് ശേഷമുള്ള ദുആക്കും ശേഷമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു അതല്ല, ഇത് ബാങ്കിനിടയിലുള്ള അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചൊല്ലേണ്ടത് എന്നാണ് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. ഈ വിഷയം വിശാലമായ വിഷയമാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും സമയത്ത് നമുക്കത് ചൊല്ലാവുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അതും നമ്മൾ ഓർമ്മയോടുകൂടി പഠിക്കുക, മനസ്സിലാക്കുക. ബാങ്കുമായി ബന്ധപ്പെട്ട 4ാമത്തെ സുന്നത്തതാണ്. 5ാമത്തെ കാര്യം സഹോദരങ്ങളെ, ബാങ്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അള്ളാഹുവിനോട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ്. ബാങ്ക് ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു സമയത്തിൽ പെട്ടതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ബാങ്കിന്റെ ഇടയിൽ തന്നെ ദുആ ചെയ്യാവുന്നതാണ് എന്നാണ്. അഥവാ ബാങ്കിന് വേണ്ടി നമ്മൾ ഇജാബത്ത് പറയുന്നതിനിടയിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ദുആ ചെയ്യാം. അതല്ലെങ്കിൽ ബാങ്കിന് ശേഷം തന്നെ നമുക്ക് വേണ്ടൊരു കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വെക്കുക. ഓരോ സമയത്തും നമുക്ക് എന്താണ്, നമുക്ക് രോഗികളായി കിടക്കുന്നുണ്ട്, പ്രയാസം കൊണ്ട് കിടക്കുന്നുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പാപങ്ങൾ പുറത്തു തരാനുണ്ട്. സഹോദരങ്ങൾ, എന്തെല്ലാം ആവശ്യങ്ങൾ, ഈ ആവശ്യങ്ങൾ ഓർത്തിട്ട് ബാങ്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ 5 സുന്നത്തുകൾ സഹോദരങ്ങളെ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മുഅദ്ദിൻ പറയുന്നത് അതുപോലെ ഏറ്റു പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള സ്വലാത്ത് ബാങ്ക് കഴിഞ്ഞ ഉടനെ പറയുക. അതിനുശേഷം ഈ പഠിപ്പിക്കപ്പെട്ട അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത താമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പഠിച്ച് നമ്മൾ ചൊല്ലുക. അതിനുശേഷം അതുപോലെ തന്നെ ഷഹാദത്തിന് ശേഷം റളീതു ബില്ലാഹി റബ്ബൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും പറയുക. അവസാനം ദുആയും ചെയ്യുക. സഹോദരങ്ങളെ, വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഇനി നോക്കൂ, ഈ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള ശേഷം നമുക്ക് വിശാലമായ സമയമുണ്ട്. ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നമുക്ക് പ്രാർത്ഥന ചെയ്യാം, ദുആ ചെയ്യാം. അതിനും പ്രത്യേകമായ പരിഗണനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുറദ്ദു ദുആഉ ബൈനൽ ആദാനി വൽ ഇഖാമ. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള ദുആ തള്ളപ്പെടുകയില്ല, പെട്ടെന്ന് സ്വീകരിക്കാനുള്ള ഒരു സമയമാണത്. അതുകൊണ്ട് ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നമ്മളൊരു കുറഞ്ഞ സമയമെങ്കിലും ദുആക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് വളരെ ശ്രേഷ്ഠകരമായ കാര്യം. ആ സമയത്ത് പണ്ഡിതന്മാർ പറയുന്നു, മറ്റു സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നമ്മളൊരു കുറഞ്ഞ സമയമെങ്കിലും ദുആക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. ആ ദുആ സഹോദരങ്ങളെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, 5 നേരത്തെ നിസ്കാരത്തിന് മുമ്പും ശേഷവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ആ സുന്നത്ത് നിസ്കാരങ്ങളെ പറയപ്പെടുന്നത് റവാത്തിബ് എന്നാണ്. റവാത്തിബായി പതിവാക്കുന്ന സുന്നത്തുകൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവായി ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. പതിവായി ചെയ്തിരുന്ന സുന്നത്തുകളാണ്. എന്നാൽ അല്ലാഹു തആല അവന്റെ കാരുണ്യം നോക്കണം, അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല. മറിച്ച് ഇത് സുന്നത്ത് നമുക്ക് പതിവാക്കി ചെയ്യാനുള്ള ഒരു കാര്യമായി നിശ്ചയിച്ചു തന്നിട്ടുള്ളത്
ഈ സുന്നത്തുകൾ പാലിക്കുന്നതോടുകൂടി നമുക്ക് 5 നേരത്തെ ഫർളിൽ വരുന്ന വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഹരിക്കുമെന്നുള്ളതാണ്. എത്ര വലിയ കാര്യമാണത്. നമ്മൾ ആർക്കാണ് പറയാൻ സാധിക്കുക ഞാൻ നിസ്കരിച്ച ഫജ്ർ അത് പൂർണ്ണമായിരുന്നു എന്നാർക്കാണ് പറയാൻ സാധിക്കുക? നമ്മുടെ ളുഹറും നമ്മുടെ അസ്റും മഗ്രിബും ഇശാവും ഒക്കെ എനിക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കും എന്നാർക്കാണ് പറയാൻ സാധിക്കുക? ന്യൂനതകളിൽ നിന്ന് മുക്തമാണ് എന്ന് നമുക്ക് ആർക്കാണ് ഉറപ്പിക്കാൻ സാധിക്കുക? അപ്പോൾ ഒരുപാട് കുറവുകളുണ്ട് സഹോദരങ്ങൾ. ആ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ് അതിന് മുമ്പും ശേഷവും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ. അത് നമ്മൾ പതിവാക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സല്ലസ്നതൈ അശ്റത റകഅൻ ഫി യൗമിൻ വലൈല, ആരെങ്കിലും ഒരു ദിവസം 12 റക്അത്തുകൾ നിസ്കരിച്ചു, ബുനിയ ലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം അല്ലാഹു തആല പണിഞ്ഞു കൊടുക്കുന്നതാണ് എന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഈ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മളെ ഫർദിലെ കുറവുകൾ പരിഹരിക്കുമെന്നുമാണ്. എന്നാൽ അത് മാത്രമല്ല, റബ്ബിന്റെ ഔദാര്യം അവിടെ തീരുന്നില്ല. ഈ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു അതിന് പകരമായി സ്വർഗത്തിൽ നമുക്കൊരു വീട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ സുന്നത്ത് നിസ്കാരം അത് ളുഹറിന് മുമ്പുള്ള ഈ രണ്ടായി നിസ്കരിക്കുന്ന 4 റക്അത്തുകളാണ്. ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. മഗ്രിബിനും ഇശാക്കും ശേഷമുള്ള ഈ 2 റക്അത്ത് നിസ്കാരമാണ്. ഫജ്റിന് മുമ്പുള്ള ഒരു 2 റക്അത്ത് നിസ്കാരമാണ്. അതിന് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തിനാണ് ഈ 12 റക്അത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഈ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് അതിനേക്കാളും എനിക്ക് ശ്രേഷ്ഠതയായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത് ഫജ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നിരിക്കുന്നു. അവിടുന്ന് അത് യാത്രയിൽ പോലും ഒഴിവാക്കിയിരുന്നില്ല എന്നാണ്. മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അവിടുന്ന് യാത്രയിൽ പതിവാക്കുമായിരുന്നില്ല. എന്നാൽ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം അത് യാത്രയിലാകട്ടെ നാട്ടിലായിരിക്കുമ്പോഴാകട്ടെ അവിടുന്ന് പതിവായി നിസ്കരിച്ചു എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ആ സുന്നത്ത് നിസ്കാരങ്ങൾ അത് പതിവായി നിസ്കരിക്കുക. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ആ റവാത്തിബ് സുന്നത്തുകളാണ് ഖിയാമുൽ ലൈലിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് എന്നുള്ളതാണ്. രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളത് ഈ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തിരക്കിന് ഓടരുത്. ളുഹർ കഴിയുമ്പോൾ വേഗം ഓടുന്നൊരു സ്വഭാവം, മഗ്രിബും ഇശായൊക്കെ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിപ്പിടിക്കുന്ന സ്വഭാവം ചിന്തിക്കുക. നമ്മുടെ ഈ പറഞ്ഞ ഫർദിലുള്ള എനിക്കുള്ള വീഴ്ചകളുണ്ട്, പരിഹരിക്കേണ്ടതുണ്ട്. എനിക്ക് റബ്ബ് സ്വർഗത്തിൽ ഒരു സ്വർഗീയ ഭവനം ഒരുക്കിയിട്ടുണ്ട്, അത് ലഭിക്കാൻ ഇത് കാരണമാകും. അതുപോലെ തന്നെ കൂടുതൽ സുജൂദ് ചെയ്താൽ, കൂടുതൽ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ അവിടുത്തെ സഹചാരിയായി നിനക്ക് കഴിയാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ സുന്നത്ത് നിസ്കാരങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ശ്രമിക്കുക, പാലിക്കുക, പരമാവധി പാലിക്കുക. യാത്രയിലാണെങ്കിൽ ആ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് അത് നഷ്ടപ്പെടുത്താതെ ബാക്കിയുള്ളത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ അതല്ലാത്ത സമയത്ത് പരമാവധി നമ്മളത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നിസ്കാരത്തിന് വേണ്ടി നമ്മളൊക്കെ വുളു എടുക്കാറുണ്ട്. ആ വുളു സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശ്രേഷ്ഠതയായി അറിയിച്ചിട്ടുള്ളത്, ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിം ഔൽ മുഅ്മിൻ, ഒരു മുസ്ലിമായ ഒരു വിശ്വാസി അവൻ വുളു എടുക്കുന്ന സമയത്ത് ഫഗസ്സല വജ്ഹഹു, വുളുവിന്റെ സമയത്ത് അവൻ മുഖം കഴുകും, ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാ ഔ മഅ ആഖിരി ഖത്റിൽ മാ, അവൻ മുഖം കഴുകുന്ന സമയത്ത് ഓരോ കഴുകലിലും അല്ലെങ്കിൽ അതിന്റെ അവസാനത്തെ തുള്ളിയോടൊപ്പം അവന്റെ കണ്ണുകൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകിക്കളയുന്നതാണ്. അള്ളാഹു അത് കഴുകിക്കളയുന്നതാണ്. ഫഇദാ ഗസല യദൈഹി, അവൻ 2 കൈകൾ കഴുകുന്ന സമയത്ത് ഖറജ മിൻ യദൈഹി കുല്ലു ഖതീഅത്തിൻ കാന ബതശത്ഹാ യദാഹു മഅൽ മാഇ ഔ മാ ആഖിരി ഖത്ഇൽ മാ, അവന്റെ കൈ കൊണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ ഹറാമുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, വല്ലവനെ ഉപദ്രവിച്ചു, ഹറാമുകൾ സ്പർശിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മകളെല്ലാം ഈ കൈ കഴുകുന്നതോടുകൂടി അതിന്റെ അവസാനത്തെ തുള്ളിയോടൊപ്പം അത് ഒഴുകിപ്പോകുന്നതാണെന്നാണ്. ഫഇദാ ഗസല റിജ്ലൈഹി, 2 കാലുകൾ കഴുകിയാൽ ഖറജത് കുല്ലു ഖതീഅത്തിൻ മശത്ഹാ റിജ്ലാഹു മഅൽ മാ ഔ മാ ആഖിരി ഖത്ഇൽ മാ, അവന്റെ 2 കാലുകൾ ഏതെങ്കിലും ഹറാമിലേക്ക് നടന്നെടുത്തിട്ടുണ്ടെങ്കിൽ ആ കാലുകൾ കൊണ്ട് ചെയ്തിട്ടുള്ള തിന്മകൾ അതിന്റെ അവസാനത്തെ തുള്ളിയോടൊപ്പം ഒഴുകി പോകുമെന്നുള്ളതാണ്. അങ്ങനെ ഹത്താ യഖ്റുജ നഖിയ്യം മിനസ്സൂബ്, പരിപൂർണമായ പാപവിമുക്തനായിട്ടായിരിക്കും അവൻ വുളു എടുത്ത് കഴിയുമ്പോൾ അവൻ പുറത്തേക്ക് വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ,
ഇത്തരത്തിലുള്ള ഫദ്ലുകളൊക്കെ ചിന്തിച്ചുകൊണ്ട് വുളു എടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ ആ വുളു എടുത്തു കഴിഞ്ഞാൽ ഇതാ നമുക്ക് വീണ്ടും ഒരു സുന്നത്തുണ്ട്. വുളുവിന് ശേഷം ഒരു ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആയെ കുറിച്ച് പറഞ്ഞത് കേൾക്കൂ. മാ മിൻകും മിൻ അഹദിൻ യതവദ്ദഹ്, നിങ്ങളിൽ ഒരാൾ അവൻ വുളു എടുക്കുന്നു, ഫയുസ്ബിഗുൽ വുളു എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായി വുളു എടുക്കുന്നു. വുളുവിന്റെ അവയവങ്ങളൊക്കെ വളരെ കൃത്യമായി കയറ്റി കഴുകി നല്ല വൃത്തിയിൽ വുളു എടുക്കുകയാണ്. സുമ്മ യഖൂൽ, എന്നിട്ട് അവൻ പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു എന്നീ ഷഹാദത്തിന്റെ വാചകം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും അവന് പ്രവേശിക്കാൻ അത് തുറന്നിരിക്കുകയാണ്. യദ്ഖുലു മിൻ അയ്ഹാ ഷാ, നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ അതേത് വാതിലിൽ വേണമെങ്കിലും അവന് പ്രവേശിക്കാവുന്ന രൂപത്തിൽ അള്ളാഹു അവനത് നൽകുന്നതാണ് എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ചില റിവായത്തിൽ അതിനോടൊപ്പം അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ, അള്ളാഹുവെ തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ, ശുദ്ധി പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ എന്നുള്ള വാചകം കൂടിയുണ്ട്. സഹോദരങ്ങളെ, വുളുവിന് ശേഷം നിസ്കാരത്തിലേക്ക് ഓടി വരുന്നതിന് മുമ്പ് ഈ ദുആയും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ദുആയും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പ്രത്യേകം ഓർക്കുക. ഇനി സഹോദരങ്ങളെ, വീട്ടിൽ വെച്ച് വുളു എടുത്തുകൊണ്ട് മസ്ജിദിലേക്ക് നടന്നു വരിക എന്നുള്ളതാണ് കൂടുതൽ പുണ്യകരമായിട്ടുള്ളത്. വീട്ടിൽ നിന്നും മസ്ജിദിലേക്ക് വരുന്ന ആളുകളുണ്ട് എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ വുളു എടുക്കുക, എന്നിട്ട് മസ്ജിദിലേക്ക് വരിക. അങ്ങനെ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വകുല്ലു ഖത്വത്തിൻ യംശിഹാ ഇലസ്സലാത്തി സദഖ, നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഓരോ കാലടിപ്പാട് മുന്നോട്ട് വെക്കുമ്പോഴും നമ്മുടെ വലത് കാൽ ചവിട്ടുന്നതാകട്ടെ ഇടത് കാൽ ചവിട്ടുന്നതാകട്ടെ അത് എത്ര എണ്ണമുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തപ്പെടും. ആ ഓരോന്നിനും നീ ഒരു സ്വതക്ക ചെയ്യുന്നതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയാണ്. നീ ഒരു റുപ്യയും ആർക്കും കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് നിസ്കാരം പ്രതീക്ഷിച്ച് നീ നടന്നു വന്നവനാണ്. അങ്ങനെ നീ നടന്നു വരുന്ന സമയത്ത് ഓരോ കാലടിപ്പാടിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രതിഫലം നൽകുകയാണ്, സ്വതക്ക നൽകുകയാണ്. ചില റിവായത്തിൽ കാണാം ലം യഖ്തു ഖത്വ, അവൻ ഒരു കാലടിപ്പാടും വെക്കുന്നില്ല ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജ, സ്വർഗ്ഗത്തിൽ അള്ളാഹു അവന്റെ സ്ഥാനം അതുകൊണ്ട് വർദ്ധിപ്പിച്ചിട്ടല്ലാതെ, വഖുത്ത അൻഹു ബിഹാ ഖതിയ, അവന്റെ പാപം അല്ലാഹു തആല മായ്ച്ചു കളഞ്ഞിട്ടല്ലാതെ എന്ന് സഹോദരങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് നമുക്കടുത്താണ് എങ്കിൽ വാഹനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നടന്നു വരിക എന്നുള്ളതാണ് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യം. നടന്നു വരിക, അത് പ്രത്യേകിച്ചും ജുമുഅ നിസ്കാരത്തിനാണെങ്കിൽ അതിനേക്കാളും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, അങ്ങനെ മസ്ജിദിലെത്തി ജമാഅത്തായി നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു സ്വലാത്തുൽ ജമാഅത്തി തഫ്ളുൽ സ്വലാത്തുൽ ഫദ്ദി ബി27 ദറജ, ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഉദറുണ്ട് എന്ന് വിചാരിക്കുക, അയാൾ വീട് വളരെ അകലെയാണ്, ബാങ്കൊന്നും കേൾക്കുകയില്ല. ബാങ്ക് കേൾക്കുമ്പോഴാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിലൊന്ന് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായി തീരുന്നത്. ഒരാൾക്ക് ബാങ്ക് കേൾക്കുകയില്ല, വിദൂരത്താണ്, മസ്ജിദ് അടുത്തില്ല, എങ്കിലും അവൻ മസ്ജിദിലേക്ക് പുറപ്പെട്ടു വന്ന് ജമാഅത്തായി നിസ്കരിക്കുകയാണ് എങ്കിൽ 27 തവണ ആ വക്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് അവൻ ലഭിക്കുക. 27 ഇരട്ടിയാണ് സഹോദരങ്ങളെ അവൻ ലഭിക്കുക. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ ജമാഅത്ത് നിസ്കാരത്തിന് നേരത്തെ മസ്ജിദിലെത്തുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. ആ കാത്തിരിക്കുന്നതിനും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നിസ്കാരത്തിന് വേണ്ടി നേരത്തെ എത്തി മസ്ജിദിൽ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഫൈന അഹദകും ഇദാ തവല്ലഅ ഫഅഹ്സൻ, ഒരാൾ നന്നായി വുളു എടുത്തു, വഅതൽ മസ്ജിദ്, മസ്ജിദിലേക്ക് എത്തി, ലാ യുരീദു ഇല്ല സ്വലാ, നിസ്കാരമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ട് വന്നതല്ല എങ്കിൽ ലം യഖ്തു ഖത്വ ഇല്ലാ റഫഅ അല്ലാഹു ബിഹാ ദറജ വഹുത്ത അൻഹു ഖതിയ, അല്ലാഹു ഓരോ കാലടിപ്പാടിനും ഒരു ദറജ വർദ്ധിപ്പിക്കും, പാപം പുറത്തു കൊടുക്കും. ഹത്താ യദ്ഖുലൽ മസ്ജിദ്, മസ്ജിദിലേക്ക് എത്തുന്നത് വരെ. വഇദാ ദഖലൽ മസ്ജിദ്, അവൻ മസ്ജിദിലേക്ക് എത്തിയാൽ കാന ഫീ സ്വലാത്തിൻ മാ കാനത് തഹ്ബിസുഹു വതുസല്ലി അയൽ മലായിക, അവൻ നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നാൽ അവനൊക്കെ ആ സമയത്ത് നിസ്കാരത്തിലാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മലായിക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യും. മാദാമ ഫി മജ്ലിസിഹി അല്ലദി യുസല്ലി ഫി, സുന്നത്ത് നിസ്കരിച്ച് അവിടെ തന്നെ അവൻ ഇരിക്കുകയാണ് എങ്കിൽ, മസ്ജിദിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്കണം. അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹു ഇവന് കാരുണ്യം ചെയ്തു കൊടുക്കണം.
മാലം യുഹ്ദിസ് ഫീ, അവന് വുളു നഷ്ടപ്പെടാതെ, അതുപോലെ തന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ഒരു വർത്തമാനത്തിലും ഏർപ്പെടാതെ നിസ്കാരത്തെ കാത്തുനിന്ന് അവൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നിസ്കാരത്തിലായിരിക്കുന്നതിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഇനി നമ്മളൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മളൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. നമ്മൾ നിസ്കരിച്ചതിന് ശേഷം കുറച്ചു നേരം കൂടി ദിക്റൊക്കെ ചൊല്ലി, നമ്മൾ അങ്ങനെയുള്ള ദുആ ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വലാത്തൊക്കെ ചൊല്ലി നമ്മളൊരു മസ്ജിദിൽ ഇരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അപ്പോഴും മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹു ഇവന് പുറത്തു കൊടുക്കണം, അല്ലാഹു ഇവന് കാരുണ്യം ചൊരിയണം. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് ഈ ഓടുന്നത്? എന്ത് കാര്യത്തിനാണ്? ഏതെങ്കിലുമൊക്കെ പീഡികത്തിണ്ണയിൽ നിന്ന് ആളുകളോട് വർത്താനം പറയാനോ? നമുക്ക് കുറച്ചു നേരം കൂടി ഒന്ന് മസ്ജിദിൽ ഇരുന്നുകൊണ്ട് കുറച്ച് ദിക്റുകൾ ചൊല്ലി, കുറച്ച് ഖുർആൻ പാരായണം ചെയ്ത് നമ്മൾ ഈ നിയ്യത്തോടു കൂടി അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ സമയം അത്രയും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര വലിയ ശ്രേഷ്ഠതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നൽകിയിട്ടുള്ളത്. ഇനി ആ മസ്ജിദിലേക്ക് നമ്മൾ നേരത്തെ എത്തിയാൽ നമുക്ക് മറ്റു വലിയൊരു ശ്രേഷ്ഠത കൂടിയുണ്ട്. നമുക്ക് ഈ ഒന്നാമത്തെ സൊഫ് കരസ്ഥമാക്കാൻ സാധിക്കും. ഒന്നാമത്തെ സൊഫിന് സഹോദരങ്ങളെ വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുന്നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ, ജനങ്ങൾ ബാങ്ക് വിളിക്കുന്നതിന്റെയും ഒന്നാമത്തെ സഫ് കരസ്ഥമാക്കുന്നതിന്റെയും ശ്രേഷ്ഠത അറിയുന്നെങ്കിൽ, സുമ്മലം യജിദു ഇല്ലാ യസ്തഹിമു അലൈഹി ലസ്തഹമു, പിന്നീട് ആ സഫ് അതിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് വല്ല നറുക്കെടുക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നെങ്കിൽ ആ നറുക്കെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കയറുമെന്ന് പറയും. അല്ല, എപ്പോഴാണ് നറുക്കെടുപ്പ് വരുന്നത്? ഒരുപാട് ആളുകൾ അതിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് നറുക്കെടുപ്പ് വരിക. എല്ലാവർക്കും കൊടുക്കാൻ തികയില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയവൻ അങ്ങനെ കാത്തു നിന്ന് ആ നറുക്കെടുപ്പിലൂടെ വിജയിയായി ഞാൻ ഒന്നാമത്തെ സഫിൽ എത്താൻ വേണ്ടി കൊതിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. എല്ലാം പാഴാക്കിക്കൊണ്ട് ഒരു ആവശ്യവുമില്ലാതെ വീടുകളിലും കടകളിലും ഒക്കെ ഇരുന്നിട്ട് നേരത്തെ എത്തും നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഇങ്ങനെയുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള നന്മകളെല്ലാം പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. وأقول قولي هذا واستغفر الله لي ولكم والجميع المسلمين من كل ذنب فاستغفروا إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, നിസ്കാരവുമായി ബന്ധപ്പെട്ട അതിന്റെ സുന്നത്തുകളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫർളായ നിസ്കാരങ്ങൾക്ക് തന്നെ വലിയ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരങ്ങൾ, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, കഫാറാത്തുൻ ലിമാ ബൈനഹുൻ, അതിനിടയിലുള്ള പാപങ്ങൾ പരിഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായശ്ചിത്തമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അവൻ വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ, വൻപാപങ്ങൾ അത് തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. നമുക്ക് സംഭവിച്ചു പോകുന്ന വൻപാപങ്ങളല്ലാത്ത ചെറുപാപങ്ങൾ പുറത്തു തരാൻ ഒരാൾ ദുഹർ നിസ്കരിച്ചു, ശേഷം അസ്ർ നിസ്കരിച്ചാൽ അതിനിടയിൽ പറ്റിപ്പോയ ചെറുപാപങ്ങൾ അല്ലാഹു തആല ഈ 2 നിസ്കാരങ്ങൾ കൊണ്ട് അവൻ പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. ഒരു ജുമാ നിസ്കരിച്ചു, അടുത്ത ജുമാക്കും അവൻ നിസ്കരിക്കാൻ വന്നാൽ ഇതിനിടയിൽ സംഭവിച്ചു പോയ ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ജുമാകൾ കൊണ്ട് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഇനി നോക്കൂ, ജമാഅത്തായി ആരെങ്കിലുമൊക്കെ ഇശാ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ലൽ ഇശാ ഫി ജമാഅ, ആരെങ്കിലും ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നഹ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി എഴുന്നേറ്റ് നിസ്കരിച്ചവനെ പോലെയാണ്. ജമാഅത്തായി ഇശാ നിസ്കരിച്ച ഒരാളുടെ പ്രതിഫലമാണ്. വമൻ സല്ലൽ സുബ്ഹ് ഫി ജമാഅ, ആരെങ്കിലും സുബ്ഹി നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചാൽ, ഇശാ നിസ്കാരത്തോടൊപ്പം പിറ്റേന്ന് സുബ്ഹിയും കൂടി അവൻ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹ, അവൻ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നുള്ളതാണ്. അതിനോടൊപ്പം അവൻ രാത്രി നിസ്കാരം കൊണ്ട് നിസ്കരിച്ചാലോ എത്ര വലിയ പ്രതിഫലത്തിന്മേൽ പ്രതിഫലമാണ് സഹോദരങ്ങളെ അവന് ലഭിക്കുക. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ സഹോദരങ്ങളെ നമ്മൾ സുജൂദിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അല്ലാഹു തആല ദുആക്ക് പെട്ടെന്ന് ഉത്തരം നൽകുമെന്നുള്ളതാണ്. നമുക്ക് അല്ലാഹുവോട് എന്തെങ്കിലുമൊക്കെ ദുആ ചെയ്യാനുണ്ടെങ്കിൽ അത് കറാഹത്തല്ലാത്ത വക്താണെങ്കിൽ, ഫജ്റിന് ശേഷമുള്ള വക്തോ അസറിന് ശേഷമുള്ള വക്തോ ഒന്നും അല്ല എങ്കിൽ 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുക, എന്നിട്ട് ആ സുജൂദിൽ വെച്ച് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഫഅക്സിറു ദുആ, അതുകൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ദുആ വർദ്ധിപ്പിച്ചുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചിലർ ദുആ ചെയ്യാൻ വേണ്ടി വെറുതെ സുജൂദ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ദീനിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് ദുആ ചെയ്യണമെങ്കിൽ വുളുവോടുകൂടി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ആ സുന്നത്ത് നിസ്കാരത്തിലുള്ള
ഓരോ റക്അത്തിൽ നമ്മൾ ഈ 2 സുജൂദുകളുണ്ട്. ആ സുജൂദിൽ വെച്ച് സഹോദരങ്ങളെ ധാരാളമായി ദുആ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ സഹോദരങ്ങൾ, നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ആ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് മുമ്പായി നിസ്കാരത്തിന് ശേഷമുള്ള അസ്കാറുകളുണ്ട് സഹോദരങ്ങളെ. ആ അസ്കാറുകൾ എത്ര എളുപ്പമുള്ള അസ്കാറുകളാണ്, നാവുകൾക്ക് എത്ര എളുപ്പമുള്ള ദിക്റുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ പ്രതിഫലം എത്രമാത്രം വലുതാണ്. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബ്ബഹ അല്ലാഹ ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ 33, ആരെങ്കിലും ഓരോ നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് പറഞ്ഞു, വഹമിദല്ലാഹ് 33, 33 അൽഹംദുലില്ലാഹ് പറഞ്ഞു, വകബ്ബറല്ലാഹ് 33, 33 അല്ലാഹു അക്ബർ പറഞ്ഞു, ഫതിൽക 99, അങ്ങനെ 99ആയി. പിന്നീട് 100 പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുകൂടി പറഞ്ഞു 100 പൂർത്തീകരിച്ചാൽ ഗുഫിറത് ഖതായാഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. വ ഇൻ കാനത് മിസ്ലു സബദിൽ ബഹർ, ഒരു സമുദ്രത്തിലെ നുരയോളം, എത്രമാത്രം നുരകൾ ഉണ്ടാകും ഒരു സമുദ്രത്തിന്, അത്രയോളം പാപങ്ങൾ അവനുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ഈ ദിക്റുകളാണ് സഹോദരങ്ങൾ, ഇതൊക്കെ റബ്ബിന്റെ വാഗ്ദാനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയില്ല. അവൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. നമ്മളതിന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ദിക്റുകൾ പാലിക്കണം സഹോദരങ്ങളെ. നമ്മൾ തിരക്കിനിടയിൽ ഓടുന്ന സമയത്ത് ഈ ദിക്റുകൾ മറന്നുപോകരുത്. അല്ലെ, ഒരാൾക്കിനി ആ പെട്ടെന്ന് പോകേണ്ട ഒരവസ്ഥയുണ്ടെങ്കിലും നടന്നുകൊണ്ട് അവൻ ഈ ദിക്റ് ചൊല്ലാവുന്നതാണ്. അവന്റെ വാഹനത്തിലിരുന്നു കൊണ്ട് അവൻ ദിക്റ് ചൊല്ലാവുന്നതാണ്. ഇനി ഈ ദിക്റുകൾ തന്നെ സഹോദരങ്ങളെ ചില റിവായത്തുകളിൽ എണ്ണം വ്യത്യാസപ്പെടുത്തി വന്നിട്ടുണ്ട്. ചില റിവായത്തിൽ കാണാം സുബ്ഹാനല്ലാഹ് 10 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 10 പ്രാവശ്യം, അല്ലാഹു അക്ബർ 10 പ്രാവശ്യം, ഇങ്ങനെയും അത് വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. വേറെ ചില റിവായത്തിൽ സുബ്ഹാനല്ലാഹ് 25 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 25 പ്രാവശ്യം, അല്ലാഹു അക്ബർ 25 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 25 പ്രാവശ്യം, ഇങ്ങനെയും വന്നിട്ടുണ്ട്. വേറെ ചില റിവായത്തിൽ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം, ഇങ്ങനെയും വന്നിട്ടുണ്ട്. നാലാമത്തത് നമ്മൾ നേരത്തെ കേട്ടതുപോലെ എല്ലാം 33ഉം 100 പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊന്നും പലർക്കും അറിയാഞ്ഞിട്ടല്ല, അറിയുന്നവരാണ്. പക്ഷേ അശ്രദ്ധ, തിരക്ക്, ഇങ്ങനെ പല കാരണങ്ങൾ, പിശാചുണ്ടാക്കുന്ന ഓരോ തിരക്കുകൾ, ഇതൊക്കെ കാരണം ഗഫ്ലത്തിലായി പോകുകയാണ്, അശ്രദ്ധയിലായി പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ വലിയ വലിയ ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള നമ്മുടെ കർമ്മങ്ങളിലൂടെ പരിഹരിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അവന്റെ മഹത്തായ ഫദ്ലിനാൽ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാലനാ വ അഹ്വാല ജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാലനാ വ അഹ്വാല ജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اللهم رب ارحمهم كما ربيانا صغارا، اللهم رب ارحمهم كما ربيانا صغارا، اللهم رب ارحمهم كما ربيانا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه.